അസ്സലാമലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിമഹത്തായ ഒരു അറിവ് പകർന്നു തരാനാണ്. അതുകൂടാതെ തന്നെ ആദ്യം തന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്ത് അത് ചെയ്തിട്ട് കാണുവാൻ വേണ്ടി ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇന്ന് പറയുവാനുള്ള കാര്യമെന്ന് പറയുന്നത് അതികഠിനമായ പ്രയാസങ്ങൾ, നമുക്ക് വരുന്ന അതികഠിനമായ പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും അതുപോലെ തന്നെ ശത്രുവിൽ നിന്നും ചെറുത്തു നിൽക്കുവാനുമുള്ള ഒരു മരുന്നുമായിട്ടാണ്. തീർച്ചയായിട്ടും അത് ഒരുപാട് ആളുകൾക്ക് അറിയാമായിരിക്കും. ഇനിയും അറിഞ്ഞുകൂടാത്ത, നമ്മുടെ ഇടയിൽ അറിഞ്ഞുകൂടാത്ത കുറച്ച് ആളുകളെങ്കിലും കാണും. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോയാണിത്. തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രകാരം നിങ്ങൾ ഇത്ര തവണ ഇത്ര ദിവസം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടുന്നതാണ്. അല്ലാതെ തന്നെ നമുക്ക് ഇത് ഓതാവുന്നതാണ്. ഈ പറഞ്ഞ പ്രകാരമല്ലാതെ ദിവസം അതിൽ കുറവോ നമുക്ക് പറ്റുന്ന രീതിയിലും ഓതാവുന്നതാണ്. അത് എത്ര തവണയാണ്? ഈ മഹത്തായ ദിക്ർ 450 തവണ തുടർച്ചയായി 40 ദിവസം ചൊല്ലിയാൽ അവരുടെ എത്ര വലിയ പ്രയാസങ്ങളും അള്ളാഹു അതിനെ മാറ്റി സന്തോഷവും സമാധാനവും നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഒരുപാട് എനിക്ക് അനുഭവമുള്ള ഒരു ദിക്ർ കൂടെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി അത് മനസ്സിലാകട്ടെ അല്ലെങ്കിൽ അറിയട്ടെ എന്ന് കരുതി നിങ്ങൾക്ക് കൂടി ഇത് പറഞ്ഞു തരുന്നത്. അത് എല്ലാവരും കാര്യമായിട്ട് എടുത്ത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് സമയം ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റിവെച്ച് ഇത് പൂർണ്ണമായിട്ടും ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഈ ദിക്റിനെയാണ് നിങ്ങൾ ജീവിതത്തിലുടനീളം പറയേണ്ടതും കൊണ്ടുവരേണ്ടതും. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതികഠിനമായ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, വേദനകൾ, അതുപോലെ തന്നെ എല്ലാ രീതിയിലുമുള്ള പ്രയാസങ്ങൾ, നമ്മളെ ശത്രുക്കൾ നമ്മളെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ വല്ലാതെ ദ്രോഹിക്കുന്നുണ്ട്. അവരുടെ ഒരു ശല്യങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കാനും അതുപോലെ തന്നെ അവര് നമ്മളെ തകർച്ച ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാതെ അതിനെയൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നതിനുമൊക്കെ കഴിവുള്ള ഒരു ദിക്ർ കൂടെയാണ്. നമ്മൾ ആരുമില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലി അള്ളാഹുവിനോട് നമ്മുടെ പ്രയാസങ്ങൾ പറയുക. ആ പറയുന്ന സമയത്ത് അള്ളാഹു അത് ഇൻഷാ അല്ലാഹ് അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ അള്ളാഹുവിനോടാണ് നമ്മുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ പറയേണ്ടത്, നമ്മുടെ ദുആ ചെയ്യേണ്ടത്. നമുക്ക് എന്ത് തന്നെ പ്രയാസവും വിഷമവും വേദനകളും വന്നാലും നമ്മൾ അള്ളാഹുവിനോട് കരങ്ങൾ നീട്ടി നമ്മൾ എന്ത് ചെയ്യുക? കരയുന്ന കണ്ണുകളുമായിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആദ്യം തന്നെ നമ്മുടെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് ദുആ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കാര്യങ്ങൾ ദുആ ചെയ്തിട്ട് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ നല്ല രീതിക്ക് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഹംദും സ്വലാത്തും കൊണ്ട് ദുആ തുടങ്ങുക. തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ചൊല്ലുക. എല്ലാവരുടെയും വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ഒരു കമന്റ്, അത് എന്ത് തന്നെ ആയാലും ഒരു കമന്റ് നിങ്ങൾ അറിയിക്കുക. നിങ്ങൾ ഇനിയും അല്ലെങ്കിൽ വേറെ വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദുആ ചെയ്യാനോ അല്ലെങ്കിൽ ദുആ വസിയത്തോടെയോ അല്ലെങ്കിൽ സലാം പറഞ്ഞിട്ടോ എന്തെങ്കിലും ഒരു ഇൻഷാ അല്ലാഹ് ഒരു കമന്റെങ്കിലും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാകുന്ന, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പുതിയ ഒരു അറിവുമായിട്ട് കാണാം. അതുപോലെ ചാനൽ കയറി കാണുക. ചാനലിൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള. തീർച്ചയായിട്ടും ഇനിയും കാണാമെന്ന ഉറപ്പോടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.